ക്ലാസ് 9 13ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പോളിനോമിയൽ പിക്ചേഴ്സിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പോളിനോമിയൽ പഠിച്ചിട്ടുള്ളതാണ്. 10ാമത്തെ ചാപ്റ്റർ ആയിരുന്നു അത്. അതേപോലെ തന്നെയാണ് ഇതിലുള്ളത്. പക്ഷെ ഇതിൽ പുതിയതായിട്ട് നമ്മൾ പഠിക്കുന്നത് വരക്കാനാണ്. ഏറ്റവും നല്ലത് ഗ്രാഫ് ബുക്കിൽ വരക്കുന്നതാണ്. മറ്റേത് ബുക്കിൽ 1 സെന്റിമീറ്റർ ഇടവിട്ട് ഇങ്ങനെ വരക്കേണ്ടി വരും. ഈ കാണുന്നതാണ് ഗ്രാഫ് ബുക്ക്. ഇവിടെ ഈ ഭാഗത്ത് ഗ്രാഫും ഈ ഭാഗത്ത് എഴുതാനുള്ളതാണ്. ഇവിടെ ഗ്രാഫ് വരക്കുകയാണെങ്കിൽ അതിൻ്റെ ചോദ്യങ്ങളും പിന്നെ അതിൻ്റെ എങ്ങനെയാണ് ചെയ്തത് എന്നാണ് ഈ ഭാഗത്ത് വേണ്ടത്. പേജ് നമ്പർ 216 ആദ്യത്തെ ചോദ്യത്തിലെ 5 സബ് ക്വസ്റ്റ്യനുകളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഗ്രാഫ് വരക്കണം ഞാൻ കാണിച്ചു തരും. ബാക്കി എല്ലാതും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ആദ്യത്തെ ചോദ്യം P of x equal to 2x minus 1 ആണ്. ഈ എക്സിന്റെ ഭാഗത്ത് നമ്മൾ 1 മുതൽ 4 വരെയും 0വും -1 മുതൽ -4 വരെയും ഇട്ട് കൊടുക്കണം. P of 1 equal to 2 into 1. ഈ എക്സിന്റെ ഭാഗത്താണ് 1 ഇട്ട് കൊടുക്കേണ്ടത്. -1. അപ്പോൾ 2 into 1 2 -1 equal to 1. ഇതേപോലെ 2 ഇട്ട് കൊടുക്കുക. 2 into 2 -1 equal to 4 -1 equal to 3. ഇനി P of 3 equal to 2 into 3 -1 equal to 6 -1 5. ഇങ്ങനെ 4 വരെ ചെയ്യണം. P of 4 2 into 4 -1 8 -1 equal to 7. ഇനി P of -1 ചെയ്യണം. 2 into -1 -1 -2 -1 കിട്ടും. ഇത് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ഇട്ടാൽ മതി. -3. ഇനി അടുത്ത P of -2 equal to 2 into -2 -1 -4 -1 -5. ഇനി അടുത്തത് P of -3 equal to 2 into -3 -1 -6 -1 equal to -7. ഏറ്റവും അവസാനമായിട്ട് P of -4 equal to 2 into -4 -1. കൂട്ടത്തിൽ നമ്മൾ P of 0 ചെയ്യണം. 2 into 0 -1. 2 into 0 0 ആണ്. അപ്പോൾ -1 ആണ് ആൻസർ. ഇനി നമ്മളൊരു ബോക്സ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ വാല്യൂസ് ഒക്കെ എഴുതി വെക്കണം. അടുത്തത് 1 to 4 വരെയാണ്. പിന്നെ 0 പിന്നെ -1 -2 -3 -4. P of 1 കൊടുത്തപ്പോൾ നമുക്ക് 1 കിട്ടി. P of 2 കൊടുത്തപ്പോൾ നമുക്ക് 3 കിട്ടി. നമ്മൾ P of 3 കൊടുത്തപ്പോൾ നമുക്ക് 5 ആണ് കിട്ടിയത്. P of 4 കൊടുത്തപ്പോൾ 7. 0 കൊടുത്തപ്പോൾ -1 -1 കൊടുത്തപ്പോൾ -3 -2 കൊടുത്തപ്പോൾ -5 -3 കൊടുത്തപ്പോൾ -7 -4 കൊടുത്തപ്പോൾ -9. ഈ വാല്യൂസാണ് നമുക്ക് ഗ്രാഫ് വരക്കാൻ വേണ്ടത്. ഇനി നമ്മൾ ഗ്രാഫ് പേപ്പറിലോട്ട് ഇത് വരക്കണം. ആദ്യം നമുക്ക് ഒരു 9 സെന്റിമീറ്റർ വരക്കാം. എന്നിട്ട് നമ്പേഴ്സ് മാർക്ക് ചെയ്യാം. -4 -3 -2 -1 0 1 2 3 4. എക്സിന്റെ ഭാഗത്ത് 4 കൊടുത്തപ്പോൾ എന്താണോ കിട്ടിയത് ഇത് നമ്മൾ വരക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കിട്ടിയ ഉത്തരം നെഗറ്റീവ് ആണെങ്കിൽ താഴോട്ടും കിട്ടിയ ഉത്തരം പോസിറ്റീവ് ആണെങ്കിൽ മേലോട്ടുമാണ് വരക്കേണ്ടത്. ഇവിടെ നമുക്ക് P of 4 കൊടുത്തപ്പോൾ എക്സിന്റെ ഭാഗത്ത് 4 കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 7 ആണ്. അപ്പോൾ നമ്മൾ 7 മേലോട്ട് വരക്കണം.
ഇതേപോലെ എക്സിൻ്റെ ഭാഗത്ത് എന്ത് വാല്യൂ ആണോ കൊടുത്തത് ആ വാല്യൂ കൊടുത്തിട്ട് നമുക്ക് എന്ത് ഉത്തരമാണോ കിട്ടിയത് ആ ഉത്തരമായിട്ട് നമ്മൾ മേലോട്ടും താഴോട്ടും വരക്കണം. ഇവിടെ നമുക്ക് 3ൻ്റെ ഭാഗത്ത് 5 കിട്ടിയത്. നമ്മൾ 5 മേലോട്ട് വരക്കണം. 2ൻ്റെ ഭാഗത്ത് 3 കിട്ടിയത്. 3 മേലോട്ട് വരക്കണം. 1ൻ്റെ ഭാഗത്താണ് കിട്ടിയത്. 0ൻ്റെ ഭാഗത്ത് നമുക്ക് -1 കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ താഴോട്ട് വരക്കണം. -1 നമുക്ക് -3 കിട്ടിയത്. -2 -5 -3 -7 and -4 -9. ഇത് വരച്ചതിന് ശേഷം ഇതൊക്കെ കൂടി നമ്മൾ കൂട്ടിമുട്ടിക്കണം. അതായത് ഇത് കൂട്ടിമുട്ടിക്കുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് ഫിഗർ കിട്ടിയത്. ഇതേപോലെ തന്നെയാണ് ബാക്കി 4 സബ് ക്വസ്റ്റ്യൻസും ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ഗുഡ് ബൈ.